എനിക്ക് വേണ്ടി പെണ്ണ് ചോദിക്കാനായിരുന്നോ ഞാൻ രാഘവേട്ടനോട് പറഞ്ഞത്? അല്ല. പിന്നെ നിങ്ങൾ എന്നിട്ട് ചെയ്തു? എന്റെ അമ്മയെ നീ അയാൾ ആട്ടിയിറക്കിയില്ലേ? വിശ്വസിച്ച് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ഈ കാര്യത്തിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കള്ളക്കളി കളിച്ചത്? നിനക്ക് വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു നുണ പറഞ്ഞു. നിന്റെ ഭാവിക്ക് വേണ്ടി. എനിക്കിനി എന്ത് ഭാവിയാ? എന്റെ അമ്മയുടെ മനസ്സെന്തോരം വേദനിച്ചു കാണും, എന്റെ അനിയന്റെ മനസ്സെന്തോരം വേദനിച്ചു കാണും, ആ പെണ്ണെന്തോരം വേദനിച്ചു കാണും. നീ എല്ലാരെ കുറിച്ചും വേദനിക്കുന്നു. പക്ഷെ ഞാൻ വേദനിക്കുന്ന നിന്നെ കുറിച്ച് മാത്ര. മരിക്കുന്നതിന് മുമ്പ് ഒരു മോഹേ ബാക്കിയുള്ളൂ, നിന്റെ അസുഖം മാറണം. അതിന് നീ ഒരു വിവാഹം കഴിച്ചേ പറ്റൂ. വിവാഹം കഴിക്കുന്ന പോയിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ പോലും നീ ആരും അനുവദിക്കാറില്ലല്ലോ. ആദ്യമായിട്ടൊരു പെണ്ണിനെ ഓർത്ത് നീ വേദനിച്ചപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി നിനക്ക് അവളോട് ഇഷ്ടമാണ്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത്. എന്നോടുള്ള സ്നേഹത്തിന്റെ പേരും പറഞ്ഞു നിങ്ങൾക്ക് ഇത് ന്യായീകരിക്കാം. പക്ഷെ എനിക്കതാവില്ല. ഞാൻ ചെയ്ത് തെറ്റ് തന്നെയാ. ഇപ്പോൾ രണ്ടാമത്തെ തവണയും. എന്തിനാ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഹേമയോട് അല്പം സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം, എന്നാൽ എന്റെ മനസ്സിന്റെ ഭാരം കുറയും. അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾക്ക് മുഴുവൻ ഭ്രാന്ത് തന്നെയാ വേണ്ടത്. ഹേമ പ്ലീസ്, കുത്തുവാക്കുകൾ കേൾക്കാനുള്ള മനക്കെടുത്തിപ്പ് എനിക്കില്ല. ഹേമ എന്നെ വിശ്വസിക്കണം. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അല്ലെങ്കിലും ഭ്രാന്തന്മാർ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നത്. ഭ്രാന്തുള്ളവരെ ചങ്ങലക്കിടാ വേണ്ടത്. ഇല്ലെങ്കിൽ ഇനിയും നിങ്ങൾ എന്നെ പോലുള്ള പെൺകുട്ടികളുടെ ജീവിതം തകർക്കും. ഹേമ പ്ലീസ്, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. വേണ്ട, മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് പോലും നിങ്ങളുടെ ക്രൂരതയ്ക്ക് മാപ്പ് തരില്ല. ഇനി എന്താ വേണ്ടത്? ഞാൻ ചത്താലും നിങ്ങളുടെ ഭ്രാന്ത് അടങ്ങുന്നുണ്ടെങ്കിൽ അതും അങ്ങോട്ട് ചെയ്തേക്ക്. എന്നെ കൊന്നേക്ക്. എന്നെ കൊന്നേക്ക്. ഇനി ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി സന്തോഷിക്കേ. കെട്ട്, കെട്ടാൻ, കൈയൊന്ന് കെട്ടാൻ. കെട്ടിയില്ലെങ്കിൽ എന്റെ നിയന്ത്രണം വിട്ടുപോകും ഹേമേ. കെട്ട്, എന്റെ കൈയൊന്ന് കെട്ടാൻ.